വോട്ടെണ്ണാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. കേരളം ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞു. ഇത്രയും നാൾ കാത്തിരുന്ന കാത്തിരിപ്പ്, പക്ഷേ ആ കാത്തിരിപ്പിൻ്റെ കൂടുതൽ വേവിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കാരണം ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അടുക്കുംതോറുമാണല്ലോ ഇതിൻ്റെ ആകാംക്ഷ വർദ്ധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നാളെ ഈ സമയത്തോടുകൂടി കൃത്യം കേരളം ആരെയാണ് കരുതിയതെന്ന് അറിയാനാകും. എന്തായിരുന്നാലും നമ്മൾ ഓരോ ജില്ലകളിലൂടെയും കടന്നു പോവുകയാണ്. ഇപ്പോൾ കണ്ണൂരിലേക്ക് പോകുമ്പോൾ കണ്ണൂരിലെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് എം ചേരുന്നുണ്ട്. സന്തോഷ്, പേരാവൂർ മുതൽ പയ്യന്നൂർ വരെ ഏതൊക്കെ തരത്തിലേക്കാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്? വോട്ടെണ്ണൽ കേന്ദ്രങ്ങളെ സംബന്ധിച്ച്, പിന്നീട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചും ഒക്കെ ഒന്ന് സൂചിപ്പിച്ചാൽ. എല്ലാ ഒരുക്കങ്ങളും തന്നെ പൂർത്തിയായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട അവസാനത്തെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഉദ്യോഗസ്ഥ തലത്തിൽ ആ രീതിയിൽ ഉദ്യോഗസ്ഥ തലത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും അവരുടെ ഏറ്റവും അവസാനത്തെ കൂട്ടലും കഴിക്കലുമെല്ലാമായി ഇനി മണിക്കൂറിൽ എണ്ണിയുള്ള കാത്തിരിപ്പിനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അജിം ഷാഹ് നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു സ്ഥലം പേരാവൂർ നിയോജക മണ്ഡലമാണ്. കഴിഞ്ഞ സിറ്റിംഗ് MLA ആയ സണ്ണി ജോസഫ് ഒരു ഭാഗത്തെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഇത്തവണ LDFിലെ തന്നെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവായ ശൈലജ ടീച്ചർ പേരാവൂരിലേക്ക് എത്തിയതോടുകൂടിയാണ് പേരാവൂരിലെ തിരഞ്ഞെടുപ്പ് ചിത്രം സംസ്ഥാന ശ്രദ്ധ ആകർഷിക്കുന്നത്. അതേ രീതിയിലുള്ള ഈ ഒരു വീറും വാശിയുമെല്ലാം പ്രകടനത്തിൽ ഉടനീളം പേരാവൂർ മണ്ഡലത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഏതായാലും ഈ വോട്ടെടുപ്പിൻ്റെ വോട്ടെണ്ണലിന് ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോഴും പേരാവൂരിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ കണക്ക് കൂട്ടുന്നത്, മുന്നണികൾ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ UDFിന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്ന അത്രയും വിജയപ്രതീക്ഷ ഇത്തവണ പേരാവൂർ മണ്ഡലത്തിലില്ല. LDFിനാകട്ടെ ഇത് തിരിച്ചു പിടിക്കുക എന്നുള്ളതൊരു അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മവിശ്വാസം LDF ക്യാമ്പിൽ പേരാവൂരിലുണ്ട്. ആ ഏറ്റവും ശ്രദ്ധേയമായ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ മാത്രമല്ല കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മത്സരം നടന്നത് പേരാവൂരിലാണ് എന്നുള്ളതാണ്. ഈ ഒരു ഇഞ്ചോടിഞ്ച് മത്സരം എന്നതിനപ്പുറം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഒരു ഭാഗത്തും അതോടൊപ്പം തന്നെ ഏറ്റവും ജനപ്രീതിയുള്ള ഒരു കേരളത്തിലെ നേതാവായ ശൈലജ ടീച്ചർ മറുഭാഗത്തും വന്നതുകൊണ്ട് തന്നെയാണ്. മറ്റൊരു മണ്ഡലം ഈ കണ്ണൂരിൽ കഴിഞ്ഞ തവണ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ആകെയുള്ള 11 മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങളാണ് കണ്ണൂർ ജില്ലയിൽ UDFിനൊപ്പം നിന്നത്. ഒന്ന് പേരാവൂരും മറ്റൊന്ന് ഇരിക്കൂറുമാണ്. ഇരിക്കൂറിൽ ഇത്തവണയും വലിയ അട്ടിമറിക്കുള്ള സാധ്യതകളൊന്നും തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും ഒന്നും തന്നെ വിലയിരുത്തപ്പെടുന്നില്ല. കാരണം കേരളത്തിൽ തന്നെ ഒരുപക്ഷെ UDFിന് ഒരു മജോറിറ്റി ഉള്ള മണ്ഡലമാണ് ഇരിക്കൂർ. പക്ഷേ ഇത്തവണത്തെ ഒരു മത്സരത്തിൻ്റെ പ്രത്യേകത, നല്ല രീതിയിലുള്ള മത്സരം ഇരിക്കൂർ മണ്ഡലത്തിൽ ഇത്തവണ LDFിനും കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വലിയ ഭൂരിപക്ഷം ഉയർത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ UDFിനില്ല. അതുകൊണ്ട് പേരാവൂരിലും ഈ ഇരിക്കൂറിലും നല്ലൊരു മത്സരം LDFിൻ്റെ അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി ഇത്തവണ കാഴ്ച